بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان منكم مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക സട്ടാവും നിയന്താവുമായ ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു വെള്ളിയാഴ്ച കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം ലഭിച്ച മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും സ്വന്തമെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജീഹി അനിന്നാരി 70 ഖരീഫ. ഒരു സത്യവിശ്വാസിയായ അടിമയുടെ റമദാനിലെ ഒരു ദിവസത്തെ നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വീകരിക്കപ്പെട്ടാൽ അത് കാരണത്താൽ ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് 70 വർഷക്കാലം അകറ്റി നിർത്തപ്പെടും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ നോമ്പിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു ആലോചന. ഈ വർഷത്തെ റമദാനിന്റെ ആദ്യത്തെ 10 അവസാനിക്കാൻ ഇനി അല്പ സമയങ്ങളോ മണിക്കൂറുകളൊക്കെ ഉള്ളൂ. നമ്മുടെ എത്ര നോമ്പുകൾ സ്വീകരിക്കപ്പെടും? ഈ നോമ്പ് കൊണ്ട് നമ്മൾ എത്ര കാലം നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട് സ്വർഗപ്രവേശം സാധ്യമാകുന്നവരാകും എന്ന് നമ്മുടെ നോമ്പിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ ഗൗരവത്തിലാണ് റസൂലുള്ള ആ ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. സ്വീകരിക്കാതെ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ, നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്നത് വെറുതെയായി പോകും, നമ്മൾ നമസ്കരിച്ചത്, രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചത് അത് വെറുതെയായി പോകും. അപ്പൊ സ്വീകരിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ റമളാനിന്റെ പകലന്തികളെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്തിനാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്? എന്ത് കാരണത്താലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് നോമ്പ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ, ഒരു ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാ അത് ചെയ്യുന്നത് എന്ന് നമ്മൾക്കൊരു ബോധം ഉണ്ടാണല്ലോ. നമ്മൾ എന്ത് കാരണത്താലാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? മനുഷ്യർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, മനുഷ്യന്റെ ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, അവിശ്വാസങ്ങളിൽ നിന്ന്, കുഫറിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള വേദഗ്രന്ഥം അവതരിച്ചു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈ റമദാനിലാണ്. അത് കാരണത്താലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് 2-ാം അധ്യായത്തിന്റെ 185-ാമത്തെ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അതാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ്, ഷഹ്റു റമദാൻ, റമദാന്റെ മാസത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആൻ അവതരണം തുടങ്ങിയിട്ടുള്ളത്. ഖുർആനിന്റെ അവതരണം ആരംഭിക്കുന്നത് റമദാൻ മാസത്തിലാണ്. എന്തിന് എന്നുകൂടെ അതിന്റെ കൂടെ അള്ളാഹു 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗമായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ആ സന്മാർഗത്തെ വിശദീകരിച്ചുകൊണ്ട്, വൽ ഫുർഖാൻ,
സത്യവും അസത്യവും സത്യാസത്യ വിവേചന മാർഗവുമായിക്കൊണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ. അതുകൊണ്ട് തന്നെ ആ കാലത്ത്, ആ സന്ദർഭങ്ങളിൽ, ആ മാസത്തിൽ ഫമൻ ഷഹിദ, ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ ഫൽയസുംഹു, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇനി അതല്ല, ആ സന്ദർഭത്തിൽ നിങ്ങൾ യാത്രയിലോ രോഗിയോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അത്രയും എണ്ണം നിങ്ങൾ പിന്നീട് അത് പൂർത്തിയാക്കേണ്ടതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും തന്നെ പ്രയാസത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 185-ാമത്തെ വചനത്തിലൂടെ ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഇതിനാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്, ഖുർആൻ അവതരിച്ചു എന്നുള്ള കാരണത്താൽ. ഇനി ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക, ഞാൻ ഖുർആൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഖുർആൻ കണ്ടിട്ടുണ്ടോ? ഖുർആൻ കണ്ടിട്ടുണ്ട്. അതേതാ? ഈ 2 ചട്ടകൾക്ക് അകത്തുള്ള ഖുർആൻ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മദ്രസയിലെ കുട്ടികളും പറഞ്ഞ ഉത്തരാ. എന്നാൽ ഇങ്ങനെ 2 ചട്ടക്കകത്തുള്ള വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂല് കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൂരിപക്ഷം സഹാബത്തും കണ്ടിട്ടില്ല. പിന്നെ അവര് കണ്ട ഖുർആൻ ഏതാ? ഈ ഖുർആൻ അല്ലേ? ഇതിനകത്തുള്ള അന്തസാരമാണ് അവർ കണ്ടത്. നമ്മൾ ഇതിനകത്തുള്ള ചട്ടക്കകത്തുള്ള ഈ പേജുകളെ കണ്ടിട്ടുള്ളൂ. അവര് കണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനകത്തുള്ള അതിന്റെ വാചകങ്ങൾക്ക് അകത്ത് കയറിയിട്ട് ജീവിക്കുന്ന ഖുർആനുകളായി മാറിയവരാണ് അവർ. നമ്മൾ ആലോചിച്ച് നോക്കണ്ടി, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന അതിന്റെ ചിട്ടവട്ടങ്ങൾ അറിയുന്നവരാ നമ്മൾ. സക്കാത്ത് ഏറെക്കുറെയൊക്കെ അതിന്റെ ഭംഗിയോട് കൂടി നൽകുന്നവരാ നമ്മൾ. ഹജ്ജും ഉംറയും അതുപോലുള്ള കർമ്മങ്ങളൊക്കെ തന്നെ ഏറെ പ്രാധാന്യത്തോടെ നിർവഹിക്കുന്നവരാ നമ്മൾ. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ഉള്ളിലുള്ള അന്തസാരം പൂർണ്ണമായിട്ട് നമസ്കാരത്തെ പോലെ നമ്മൾ മനസ്സിലാക്കിയോ? നോമ്പിനെ പോലെ നമ്മൾ മനസ്സിലാക്കിയോ? ഹജ്ജിനെ പോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ഈ ഖുർആൻ മനുഷ്യർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ആ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുർആനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഖുർആനിന്റെ അകത്തളങ്ങളിലാണ് നമ്മൾ കാണേണ്ടത് ആ ഖുർആനിനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റസൂലും സ്വഹാബത്തും ഇങ്ങനെ 2 ചട്ടക്കകത്തുള്ള ഖുർആൻ കണ്ടിട്ടില്ല. അവര് കണ്ടത് ആ ഖുർആനിന്റെ ഉള്ളടക്കമാണ്, അതിന്റെ അന്തസാരമാണ്. അതുകൊണ്ടാണ് അവർ ആ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അദ്ദേഹത്തിനെ കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ആളുകൾ വന്ന് ചോദിച്ചു, എന്താണ് റസൂലിന്റെ സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി നമ്മുടെ ഉമ്മ ആ ആളുകളോട് പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു, ഖുർആനായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി അത് റസൂലുള്ള മാതൃക കാണിച്ചു കൊടുത്തു. ആ റസൂലുള്ള അവർക്ക് ഈ വേദഗ്രന്ഥം ഓതി കേൾപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, ഈ വിശുദ്ധ വേദഗ്രന്ഥം അവരിലേക്ക് ഓതി കേൾപ്പിക്കുന്നതിന് മുമ്പ് ആ സമൂഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഡാർക്ക് ഏജ്, ഇരുണ്ട കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം എന്നൊക്കെയാണ് പറഞ്ഞത്. ഡാർക്ക് ഏജ് എന്ന ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൊലയും കൊള്ളിവെപ്പും പലിശയും അതുപോലെ തന്നെ എല്ലാ വേണ്ടാത്തരങ്ങളും നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തിലേക്ക് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആയത്തുകൾ ഓതി കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദവും അവർക്ക് തത്വവും നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു, വിജ്ഞാനവും നൽകി. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ഈ വേദഗ്രന്ഥം അവർ ഓതുന്നതിന് മുമ്പ്, ഈ വേദഗ്രന്ഥം അവർ പഠിക്കുന്നതിന് മുമ്പ്, ഈ വേദഗ്രന്ഥം കൊണ്ട് അവർ സംസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് അവര് കടുത്ത വഴികേടിലായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമുഅയിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചില്ല. അപ്പൊ ഇതായിരുന്നു അവര് ഖുർആനിനെ കണ്ട് മനസ്സിലാക്കി പഠിച്ചത്. അതുകൊണ്ടാണ് അവര് ഖുർആനിന്റെ ആളുകളായി മാറിയത് എന്നാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യവഹാരങ്ങളിൽ എവിടൊക്കെ ഖുർആൻ വേണ്ടി അവിടക്കൊക്കെ ഖുർആൻ ഉണ്ട്. ഏത് രീതിയിലാണ്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവിടേക്ക് ഖുർആൻ ഉണ്ട്. കച്ചവടക്കാരന് ഖുർആൻ വേണോ? അവനോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ. കച്ചവടക്കാരനെ പറ്റി ആയത്തിന് അർത്ഥം നമുക്കറിയാം. എല്ലാവരെയും പരിഗണിക്കണം, ഒരാളെയും അവഗണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതാ. 11 ആയത്തുകളാണ് ഒരു അബലനായ, ഒരു അനാഥനായ, ഒരു അന്ധനായ മനുഷ്യന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ അവതരിച്ചത്. നമ്മൾക്ക് പഠിപ്പിച്ചു തരാനാ. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ കണ്ണു കാണാത്ത അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ആ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. മക്കയിലെ ഖുറൈശി പ്രമാണിമാർക്ക് അല്ലെങ്കിൽ തന്നെ അവരൊരു ധാരണയാണ്, ഈ മുഹമ്മദിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ സാധുക്കളാണ്, ഒന്നിനും പറ്റാത്തവരാണ്, 5 പൈസക്ക് ഇല്ലാത്തവരാണ് എന്ന്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവരുമായി ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ ഗുണാവോലോ എന്നൊരു ചർച്ച നടത്തുന്നത്. ആ ചർച്ചാ വേദിയിലേക്കാണ് കണ്ണ് കാണാത്ത അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, അല്ലാഹു റസൂലെ, പുതിയ ആയത്ത് എന്തെങ്കിലും അല്ലെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇറങ്ങിയത് ഉണ്ടെങ്കിൽ പഠിപ്പിച്ചേരി. ഖുർആൻ പഠിക്കാനുള്ള ആവേശത്തിൽ വന്നതാ. പക്ഷെ റസൂലുള്ള അദ്ദേഹത്തിൽ നിന്ന് അല്പം ഒന്ന് മുഖം തിരിച്ചോ എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീരസം പ്രകടിപ്പിച്ചു. ഈ മനുഷ്യൻ അത് കണ്ടിട്ടില്ല. ഇയാൾ കണ്ണ് കാണാത്ത അന്ധനാണ്, അയാൾ അത് കണ്ടില്ല. പക്ഷെ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹു അത് കണ്ടു. 11 ആയത്തുകൾ ആ മനുഷ്യന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങി. എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇറങ്ങി. അന്തേ നമ്മൾക്ക് പഠിപ്പിച്ചില്ല, ഒരു മനുഷ്യനെയും അവഗണിക്കാൻ പാടില്ല, എല്ലാവരെയും പരിഗണിക്കണം. റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരിക്കൽ റസൂലിനോട് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഒരു സാധുവായ ഒരു സഹാബി. ആ സഹാബി റസൂലിന് ഒരിക്കല് എന്തെങ്കിലും, എല്ലാവരും റസൂലിന് എന്തെങ്കിലും ഹദിയൊക്കെ കൊടുക്കുന്നുണ്ട്, എനിക്കും എന്തെങ്കിലും ഹദിയ കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ഒരിക്കല് അദ്ദേഹത്തിന് കയ്യിൽ കുറച്ച് ക്യാഷ് വന്നപ്പോ അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് കുറച്ച് മുന്തിരി വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കല് കൊണ്ടു ചെന്ന് കൊടുത്തു. റസൂൽ അതിങ്ങനെ നിന്ന് റസൂൽ തിന്നുന്ന ഇയാൾ കാണണം, ആ സന്തോഷം അയാൾക്ക് ഇങ്ങനെ അറിയണം. അങ്ങനെ റസൂൽ ആ പൊതി അഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു മുന്തിരി എടുത്ത് തിന്നു. അങ്ങനെ ആ മുന്തിരി തിന്നുന്ന കണ്ടി മനുഷ്യൻ ഭയങ്കര സന്തോഷമായി. ആ കവറിലുണ്ടായിരുന്ന ഭൂരിപക്ഷം മുന്തിരിയും അദ്ദേഹം റസൂലുള്ള സ്വാദിഷ്ടത്തോടെ തിന്നു. സാധാരണ റസൂൽ എന്താ ചെയ്യാറ് നിങ്ങൾക്കറിയോ? അങ്ങനെ എന്തെങ്കിലും ഹദിയായി കിട്ടിയ തന്റെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കും. ഇതാർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം അത് കുറെ കഴിഞ്ഞപ്പോ ഈ സഹാബിയോട് പോയപ്പോ റസൂലിനോട് സഹാബിമാര് ചോദിച്ചു, അല്ല റസൂൽ, നിങ്ങള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് തരലുണ്ടല്ലോ, കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് കാര്യമാണെന്നുള്ളതുകൊണ്ടാണ്. റസൂലുള്ള അവരോട് പറഞ്ഞു, ഈ മുന്തിരി നിങ്ങൾക്ക് ഞാൻ തരാതിരുന്നത് കരുതി കൂട്ടി തരാതിരുന്നതാ. എന്തേ കാരണം? നല്ല പുളിയാണ് ഈ മുന്തിരി, നല്ല പുളിയുള്ള മുന്തിരിയാണ്. ഈ മുന്തിരി നിങ്ങൾക്ക് ഞാൻ തിന്നതിനോടൊപ്പം തന്നെ തന്നാൽ നിങ്ങൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയും, എന്തൊരു പുളിയുള്ള മുന്തിരി അതെന്ന്. അത് ആ മനുഷ്യന് മാനസികമായി പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അത് തന്നില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾ തിന്നോക്കി എന്ന് പറഞ്ഞ് അയാൾ പോയതിനു ശേഷം ബാക്കിയുള്ള കൊടുത്ത്. ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതെ, ഒരു മനുഷ്യനെയും അവഗണിക്കാതെ എല്ലാവരെയും പരിഗണിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കണം. അതിനെന്ത് വേണം? ഈ ഖുർആനിനകത്തുള്ളത് പഠിക്കണം നമ്മൾ. അതിനാണ് ഖുർആൻ ഹുദല്ലിന്നാസ്. അതാണ് നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും അതിങ്ങനെ കഴിയണ പോലെ ചെയ്യാന്നില്ലല്ല. ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലെല്ലാം, ഇടപാടുകളിലെല്ലാം എവിടെയൊക്കെ മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഖുർആന് അതിന്റെ പതിപ്പുകളാകാൻ മനുഷ്യർക്ക് സാധിക്കണം. അവിടെ ജീവിതം ക്രമപ്പെടും, അവിടെ ജീവിതം നന്നാകും. ഞാൻ ആലോചിച്ചോക്കണ്ടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ചെങ്കിലും മനസ്സിൽ ഖുർആൻ ഉണ്ടാവണം. ഇത് മുഴുവനായിട്ട് കാണാ പഠിക്കാന്നല്ല, അതിന്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അത് വായിച്ചു പഠിച്ച് കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതില്ലാത്ത മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരിബ്. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ. ഖുർആൻ മനസ്സിൽ അല്പം പോലും ഇല്ലാത്തവന്റെ ഹൃദയം, ആ മനുഷ്യന്റെ ഖൽബ് എങ്ങനെ അറിയോ? കഅന്നഹു
അത് കൽ ബൈത്തിൽ ഖരിബ്, ഇടിഞ്ഞു പൊളിഞ്ഞ ആൾതാമസമില്ലാത്ത വീടിനെ പോലെയാകുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ ആൾതാമസമില്ലാത്ത വീട്ടിൽ എന്താ ഉണ്ടാവുക? അവിടെ മാറാല കെട്ടിയിട്ടുണ്ടാകും, പഴുതാരുണ്ടാകും, പല്ലുണ്ടാകും, എലിണ്ടാകും, പെരിച്ചാഴി ഉണ്ടാകും, പാമ്പുണ്ടാകും, തേളുണ്ടാകും, സകലമാന ദുഷ്ജന്തുക്കളും ഉണ്ടാകും, അവിടെ വിഷജന്തുക്കളും ഉണ്ടാകും. അതുപോലെ അതിനകത്ത് അനാശാസങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് മനസ്സിനകത്ത് ഖുർആൻ എന്ന് പറയുന്ന അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും ഇല്ലാതിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് തിന്മകൾ കടന്നു വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് മനസ്സിനകത്ത് ഖുർആൻ ഉണ്ടാകണം. ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന വീട് പോലെ ആകരുത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് റസൂലിനോട് എനിക്കൊരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുക, നീ ഖുർആൻ ഓതുക. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള് വദുഖുറുൻ ലക ഫിസ് സമാ, അത് നിനക്ക് ഈ ദുനിയാവിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രകാശമാണ്. വദുഖുറുൻ ലക ഫിസ് സമാ, ആകാശത്തിൽ നിനക്കത് നിധിയാണ്, നിക്ഷേപമാണ്. നമ്മൾ പല ഇതിലും നിക്ഷേപിക്കുന്നുണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ടും കുറെ ഫണ്ട് ഇങ്ങനെ കാണാലോ നമുക്ക്. അങ്ങനെ സമ്പത്ത് നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലുള്ള നിക്ഷേപമായി കൊണ്ട് നിനക്കുണ്ടാകും നീ ഖുർആൻ പാരായണം ചെയ്തോ. നമ്മൾ ആലോചിച്ച് നോക്കുക, 9 നോമ്പായി, 9ാമത്തെ പകുതിയായി. എത്ര ഖുർആൻ നമ്മൾ പാരായണം ചെയ്തു? ഈ ഖുർആൻ എത്ര ഓതിയിട്ട് അതിന്റെ ആശയം നമ്മൾ എത്ര പഠിച്ചു? റമദാനിൽ, അല്ലാത്ത സമയത്തല്ല, റമദാനിൽ. നമ്മൾ ആലോചിച്ചോളി, ഞാനും നിങ്ങളും നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാണ്ട്. അതുകൊണ്ട് അത് എന്നാൽ നിങ്ങൾക്ക് വെളിച്ചമാകും, വെളിച്ചമാകും. പരലോകത്ത് അത് ഒരു നിധിയായി നിക്ഷേപവുമായിട്ടുണ്ടാകും. അങ്ങനെയല്ല പറഞ്ഞത്, ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. 14ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ ആദ്യത്തെ 2ാമത്തെ വചനം, അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. അന്ധകാരങ്ങളിൽ നിന്ന്, അവിശ്വാസങ്ങളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, കുഫറിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഖുർആൻ പ്രകാശമാകുന്നു ഈ ഖുർആൻ. അതിനാണ് ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും ഖുർആൻ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിങ്കൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, വ ശിഫാഉ ലിമാ ഫിസ് സുദൂർ, മനുഷ്യന്റെ മനസ്സിനകത്തുള്ള സകലമാന രോഗങ്ങൾക്കുമുള്ള ശമനവുമാണ്, ഔഷധവുമാണ് ഇത്. വഹുദൻ ലിന്നാസ്, വഹുദൻ, അതോടൊപ്പം തന്നെ സന്മാർഗവുമാണ്. മനുഷ്യന്റെ മനസ്സിനകത്തുള്ള സകലമാന രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ എന്താ? അതിങ്ങനെ എഴുതിയാണ്ട് കുടിക്കുക ഖുർആൻ, അതല്ല. പിന്നെ മനുഷ്യന്റെ മനസ്സിനകത്തുള്ള കുഫ്റ്, കോപം, അസൂയ, അഹങ്കാരം, കുശുമ്പ്, കുന്നായ്മ, കുടുംബകലഹം, പിന്നെ അതുപോലുള്ള ധൃതി കാണിക്കൽ, ഇങ്ങനെ എന്തൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള, അതൊക്കെ മനുഷ്യന്റെ മനസ്സിനകത്തുള്ള രോഗങ്ങൾ. ആ രോഗങ്ങൾക്കുള്ള ശമനൌഷധമാണ് വിശുദ്ധ ഖുർആൻ. ഫീഹി ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. മനുഷ്യന്റെ മനസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഖുർആൻ കിട്ടും. വേറെ ഒടുക്കും പോണ്ട. അതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ റസൂലിന്റെ ചര്യയിൽ ഉണ്ടാവുക. അതാണ് ഖുർആൻ. ആ ഖുർആനാണ് നമ്മൾക്ക് നമ്മളെ കയ്യിലുള്ളത്. അതുള്ളത് കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അതിന്റെ പാരായണം, അതിന്റെ പഠനം, അതിന്റെ പിന്നെ അതിലേക്ക് നോക്കിയിരിക്കുന്നവരെ പുണ്യം എന്നാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല എന്ന് അറിഞ്ഞ ആൾക്കാർ, ഓതാൻ അറിയാത്തവൻ തപ്പിത്തടഞ്ഞു ഓതിയാൽ 2 കൂലിണ്ട്. ഒന്ന് ഓതാല്ല മനസ്സുണ്ടായന്, മറ്റോനെന്തുണ്ട്, ഒന്ന് തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, ആ ഓതാൻ ശ്രമിച്ചതിന് കൂലിട്ടും. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെയാകണം. അത് നമ്മൾക്ക് എന്തുണ്ടാവണം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ്, നിങ്ങളെ കൂട്ടത്തില് ഖൈറുക്കും, ഏറ്റവും ഉത്തമരായ മനുഷ്യൻ ആരാന്ന് പറയുന്നത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു, അത് പഠിപ്പിച്ചു കൊടുക്കുകയും, വൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ.
അപ്പൊ ഇത് നമ്മളെ കയ്യിലുള്ള ഒരു സാധനമാണ്. ഇത് ഉടുക്കും അതിന് തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പലതും നമ്മൾ പല സ്ഥലത്തും തെരഞ്ഞു പോകേണ്ടി വരും. പക്ഷെ ഇത് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീടുകളിലുള്ള, നമ്മുടെ മൊബൈലുകളിലുള്ള ആ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പാരായണം, ഇതിന്റെ പഠനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. തിരിഞ്ഞു കളയാഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ ശിക്ഷ ഉണ്ട് എന്ന രണ്ട് ദുരന്തങ്ങൾ പരലോകത്ത് മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട് രണ്ട് ദുരന്തങ്ങൾ. ആ രണ്ട് ദുരന്തങ്ങൾ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചെന്നു. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, നമ്മളും റസൂലും റസൂലിന്റെ സമൂഹം മൊത്തമുണ്ട് റസൂലിന്റെ പിന്നിൽ. ആ റസൂല് ആ സമൂഹത്തിലെ ചില ആളുകളെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ ആയത്തിൽ അള്ളാഹ് പറയാണ്, വഖാല റസൂൽ, റസൂല് പറയുന്നു. എന്താ പറയുന്നത്? യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, തീർച്ചയായും എന്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ അവര് മഹ്ജൂറാക്കി കളഞ്ഞു പടച്ചോനെ എന്ന് പറഞ്ഞാൽ അവരതിനെ അവഗണിച്ച് കളഞ്ഞു. മഹ്ജൂർ, ഹജറ യഹ്ജുറു, ഹിജ്റയൊക്കെ എന്ന് വന്നതാ. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉപേക്ഷിച്ചു പോടിനാ ഹിജ്റ എന്ന് പറയാ. ഹജറ, നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ പണക്കുണ്ടായ ഖുർആൻ പറഞ്ഞ നിർദ്ദേശം എന്താ? വഹ്ജുറുഹും ഫിൽ മലാജി, വിട്ടകന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അകന്ന് നിൽക്കുക, കുറച്ച് അകന്ന് കിടക്കുക. അന്നത്തെ ആ സൗന്ദര്യ പണക്കുണ്ടായ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളുന്ന അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവർ ഈ ഖുർആനിൽ നിന്ന് അകന്നു പോയ ആളുകളായിട്ടുണ്ട്. ഇങ്ങനെ റസൂല് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്ന് പറഞ്ഞാല് നമ്മൾ ഖുർആൻ വായിച്ച് പഠിച്ച് അതിന്റെ ആളുകളായി തീരണം. റസൂൽ ഇങ്ങനെ ആക്ഷേപം പറയുമ്പോൾ, ഇങ്ങനെ ഒരു ആവലാതി പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. അതിന് ഖുർആൻ നമ്മൾ പഠിക്കണം. മറ്റൊന്ന് നോക്ക് നിങ്ങളെ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിൽ അല്ലാഹ് പറയാ, വമൻ അഅറള അൻ ദിക്രി, ആർ എന്റെ ഈ ദിക്റിൽ നിന്ന് വിട്ടകന്ന് തിരിഞ്ഞു കളഞ്ഞു പോകുന്നുവോ, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവർക്ക് കുടുസായ ഇടുങ്ങിയ ജീവിതമുണ്ട്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അവരെ അന്ധന്മാരായി കൊണ്ടായിരിക്കും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക. അവർക്ക് ഇടുങ്ങിയ ജീവിതമുണ്ടാകും, അതോടൊപ്പം അവരെ അന്ധരായിട്ട്, കണ്ണ് കാണാത്തവരായി കൊണ്ട് പരലോകത്ത് പുനരെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഖാല, ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ചോദിക്കുന്നു, റബ്ബി ലിമ ഹശർതനി അഅമാ, എന്തിനാണ് പടച്ചോൻ എന്നെ അന്ധനായി കൊണ്ട് ജീവിപ്പിച്ചത്? വഖദ് കുന്തു ബസീറ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ശരിയാണ്, കണ്ണട വെക്കണ്ട, അല്ലാതെ തന്നെ നന്നായി വായിക്കാനും ഓതാനും ഒക്കെ അറിയുന്നവനായിരുന്നു നീ എന്ന് പടച്ചോൻ പറയാ. എന്താ പറഞ്ഞേ? ഖാല കദാലിക, കാര്യമൊക്കെ അങ്ങനെ തന്നെയാ, കണ്ണടയൊന്നും വെക്കണ്ട, കാഴ്ച ഉണ്ടേനി എനിക്ക്, അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷേ കാര്യം അങ്ങനെ തന്നെ. അത്തത്തുക ആയാതുന, നമ്മുടെ ഈ വേദഗ്രന്ഥത്തിലെ ആയത്തുകൾ നിന്റെ അടുക്കൽ വന്നെത്തിയിട്ടുണ്ട്. എന്നാൽ ഫനസീതഹ, അപ്പോൾ നീ അതിനെ മറന്നു കളഞ്ഞു. വകദാലികൽ യൗമ തുൻസ, അതുപോലെ നീ ആ ഖുർആനിനെ മറന്നതുപോലെ ഇന്ന് ഞാൻ നിന്നെയും മറന്നിരിക്കുന്നു. വകദാലികൽ യൗമ തുൻസ, അല്ലാഹ് നമ്മളെ മറന്നു. ഖുർആന് അത് ജീവിതത്തിൽ ഇല്ലാത്ത, അത് പഠിക്കാത്ത, വായിക്കാത്ത, അതുമായി ബന്ധപ്പെടാത്ത മനുഷ്യനെ അല്ലാഹ് മറന്നു കഴിഞ്ഞാൽ അന്ധനായിട്ടായിരിക്കും പരലോകത്ത് ആ മനുഷ്യൻ പുനർ എഴുന്നേൽക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ ഇതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയാൻ സാധിക്കുന്നതാവണം. അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം നമ്മൾ ഖുർആന്റെ വായന. തദബ്ബുറോടുകൂടി ചിന്തിച്ചുകൊണ്ട് ആശയം മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ഖുർആൻ ഖത്തം തീർക്കുക എന്നൊരു യജ്ഞം നടത്തേണ്ടതില്ല. അങ്ങനെ നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൂലിയൊക്കെ കിട്ടും. ഈ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോയാലും കൂലി കിട്ടും. ആകെ ലോകത്ത് വായിച്ചാൽ കൂലി കിട്ടുന്ന, പുണ്യം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു ഗ്രന്ഥം ഖുർആനുള്ളൂ. വായിച്ചു പോകാം. പക്ഷെ നമ്മൾ ആ ഖത്തം തീർക്കുന്നതോടൊപ്പം അതിന്റെ ആശയങ്ങൾ കൂടി നമ്മളിങ്ങനെ ഒന്ന് പരിശോധിച്ചു കൊണ്ട് വായിച്ചു കൊണ്ട് പോയാൽ, ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തിട്ട്, അത് ആരുടെ ആണെങ്കിലും വേണ്ടില്ല, ഒരു തഫ്സീർ എടുത്ത് അത് വായിച്ച് നമ്മൾ ഒന്ന് അർത്ഥം ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി കൊണ്ട് പോവുക. ചിലപ്പം നമ്മൾക്ക് മുഴുവനായിട്ട് ഖത്തം തീർക്കാൻ കഴിയൂല, നമ്മളെ ജോലി തിരക്കിനിടയിൽ പകുതിയെ കഴിയുള്ളെങ്കിലും അത് ഉപകാരം ഉണ്ടാവും.
അല്ലെങ്കിൽ പിറ്റേ കൊല്ലം നമ്മൾ കത്തം തീർക്കും. അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളത് ജീവിതത്തിൽ ഉണ്ടാക്കുക. അങ്ങനെയാകും ജീവിതത്തെ മാറ്റിപ്പണിയാൻ നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു എന്നതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരെന്ന നിലക്ക് ജീവിതത്തിൽ നന്മയിലൂടെ മുന്നോട്ട് പോയി ആ ഖുർആനിന്റെ ആളുകളായി അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളായിക്കൊണ്ട് ജീവിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളിൽ നമ്മളെ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, ഖുർആൻ പഠിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ പ്രദേശങ്ങളിലും മഹല്ലുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഖുർആനിന്റെ ആളുകൾ, ഇപ്പൊ ഖുർആന്റെ ആളാണ് നമ്മൾ പറയും. ഈ ഖുർആൻ ആരെങ്കിലും അവഹേളിച്ചാൽ നമുക്ക് അപ്പൊ ചോര തിളക്കും. പക്ഷെ ആ ഖുർആൻ ഇന്ന കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വയ്യ. അപ്പൊ പഠിക്കുക നമ്മൾ ഖുർആനിനെ. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഖുർആനെ നമ്മൾ കാണുകയും ജീവിതത്തിൽ പകർത്തുകയും ഖുർആനിന്റെ പതിപ്പുകളായിക്കൊണ്ട് ജീവിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.